ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ബിനിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചിക്കൻ പിസയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ആരും മറക്കരുത്. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തേക്കണം. അപ്പോൾ വേഗം തന്നെ നമുക്ക് പിസ്സ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. പിസ്സ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈസ്റ്റിൻ്റെ സൊല്യൂഷൻ ഒന്ന് ശരിയാക്കി എടുക്കാം. അതിനായിട്ടൊരു 1/4 കപ്പ് ചെറിയ ചൂടുവെള്ളമാണ് എടുത്തേക്കുന്നത്. ഒരുപാട് ചൂട് കൂടരുത്, ചെറിയ ചൂടേ ആകാവുള്ളൂ. അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് പൊങ്ങാനായിട്ട് ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഒരു 5 മുതൽ 10 മിനിറ്റ് നേരം മാത്രം മതിയാകും. ഇത് നന്നായിട്ട് പൊങ്ങിക്കിട്ടും. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് മൈദയാണ്. ഞാൻ 1 കപ്പ് മൈദയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പാണ് വേണ്ടത്. കുറച്ച് ഉപ്പ് മാത്രം മതിയാകും. ഇനി ഇതിലേക്ക് ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ആയാലും മതിയാകും. 1/2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഞാനിവിടെ എടുത്തിരിക്കുന്ന മെഷറിംഗ് കപ്പ് 250 ml ആണ്. അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ അളവ് പറയുന്നത്. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈസ്റ്റിൻ്റെ സൊല്യൂഷൻ ഇല്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. 10 മിനിറ്റ് നേരം കൊണ്ട് അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഉപയോഗിച്ച് കുഴയ്ക്കരുത്. നമ്മൾ ചെറുതായിട്ടൊന്ന് കുഴച്ച് നോക്കുക. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് കുഴച്ചെടുത്താൽ മാത്രം മതിയാകും. നമുക്കിതൊരു ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ടൊരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. അപ്പോൾ കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു പരുവം എത്തുന്ന വരെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് കുഴച്ചുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളം എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റ് പറയാം ടോട്ടൽ എത്ര യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറേശ്ശെ വെള്ളം ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഏകദേശം ഇപ്പം നമ്മളുടെ മാവ് നമ്മുടെ പാകത്തിന് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് കുറച്ച് സ്റ്റിക്കി ആയിട്ട് തോന്നും, അത് പ്രശ്നമില്ല. അപ്പം ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് എടുത്ത് വെച്ചിരുന്നത്. അതിൽ ഇത്രയും ബാലൻസ് വന്നിട്ടുണ്ട്. അത്രയും മാത്രം മതിയായിരുന്നു എനിക്ക് ഈ ഒരു പരുവം എത്തിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് അത് കണക്ക് കുഴച്ചെടുക്കുക. ഇനി നമ്മളിതൊരു കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റുകയാണ്. ഒന്നും കൂടെ നന്നായിട്ട് ഇത് നമ്മുടെ കൈവച്ച് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് മൈദ തൂകിയതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കുക. ഏകദേശം ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ട് നമ്മുടെ കൈവച്ച് ഇങ്ങനെ നന്നായിട്ട് കുഴച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള ഡോ കിട്ടും. നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത നല്ലൊരു ഡോ ആയിട്ട് മാറും. അതുവരെ നമ്മളിത് കുഴച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോഴാണ് നല്ല മയമുള്ള ഡോ ആയിട്ട് മാറുന്നത്. ഇപ്പോൾ 5 മിനിറ്റ് നേരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ഡോ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. നമ്മുടെ കയ്യിൽ ഒന്നും ഒട്ടിപ്പിടിക്കുന്നില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അധികം അങ്ങ് സ്റ്റിക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓയിലൊക്കെ എല്ലാ സൈഡിലും ഒന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഡോവ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു നനവുള്ള തുണി യൂസ് ചെയ്ത് നമുക്കിതൊന്ന് കവർ ചെയ്ത് വെക്കാം. ഒരു 2 മണിക്കൂർ നേരം കൊണ്ട് തന്നെ ഇത് നല്ലതായിട്ട് പൊങ്ങി നല്ല ഡബിൾ സൈസായിട്ട് വരും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ചെറിയ പീസസ് ആക്കി എടുത്തിട്ടുണ്ട് ചിക്കൻ. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എരിവിനായിട്ടുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് ആവശ്യമില്ല. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ശകലം നാരങ്ങാനീര്, ഒരു 1/2 ടീസ്പൂൺ മാത്രം മതിയാകും. ശകലം നാരങ്ങാനീരും കൂടെ ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മുളക് പൊടിയൊക്കെ ആവാം. അപ്പോൾ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മളൊരു 15 മിനിറ്റത്തേക്കൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ആ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ടൊന്ന് പുരണ്ട് വരണം. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഈ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്കിപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഈ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ പീസസ് ഇട്ട് നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
എല്ലാ സൈഡ്സും ഇതുപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇപ്പം നമ്മൾ ഡോവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 2 മണിക്കൂർ നേരം കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. ഡബിൾ സൈസായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ട് ഇതിലേക്ക് കുറച്ച് ഒലിവ് ഓയിലും കൂടി ഞാൻ ചേർത്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഈ മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതുപോലെ ഒന്നും കൂടി നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാം. ഇത് തൊടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നല്ല സോഫ്റ്റായിട്ടാണ് നമ്മുടെ ഡോ ഇപ്പോൾ ഇരിക്കുന്നതെന്ന്. അപ്പോൾ എല്ലാം നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുത്ത ശേഷം നമുക്കിത് ഏത് പാത്രത്തിലാണോ തയ്യാറാക്കാൻ പോകുന്നത് അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റീൽ പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നന്നായിട്ട് ഒലിവ് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ സൈഡ്സിലൊക്കെ നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ഡോവ് വെച്ച് കൊടുക്കാം. ഇപ്പം നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ഡോ ആയതുകൊണ്ട് നമ്മുടെ കൈവച്ച് തന്നെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും. നല്ല രീതിയിൽ ഇതുപോലെ സ്പ്രെഡായി കിട്ടും. അപ്പോൾ സൈഡ്സൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് നല്ല കട്ടിയുള്ള ബേസാണ് വേണ്ടെങ്കിൽ തിക്നെസ് അതനുസരിച്ച് ആക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഒരുപാട് അങ്ങ് തിക്നെസ് ആക്കി എടുക്കുന്നില്ല. ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. തിക്നെസ് കുറയുമ്പോഴാണ് നല്ല ക്രഞ്ചി ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് സൈഡ്സൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഒന്നും കൂടെ നമ്മൾ ആ നനഞ്ഞ തുണി യൂസ് ചെയ്ത് മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ നല്ലതായിട്ട് പൊങ്ങി വരും. ഇപ്പോൾ ഇതാ 10 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. സൈഡ്സൊക്കെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. വീണ്ടും നമുക്ക് ആ സൈഡ്സൊക്കെ ഒന്നുകൂടെ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. സൈഡ്സൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത ശേഷം നമ്മളൊരു ഫോർക്ക് യൂസ് ചെയ്ത് ഒന്ന് ചെറിയ ഹോൾസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ഫോർക്ക് യൂസ് ചെയ്ത് ഹോൾസൊക്കെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമ്മളിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിനായിട്ട് നല്ല കട്ടിയുള്ള പാത്രം ഒരു 10 മിനിറ്റ് നേരം മുന്നേ ഞാൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചതാണ്. അതിലേക്ക് നമ്മൾ ഡയറക്റ്റ് അല്ല വെച്ച് കൊടുക്കുന്നത്. എന്തെങ്കിലും ഒരു പൊക്കം വെച്ചിട്ട് വേണം, അതിൻ്റെ മുകളിലേക്ക് വേണം നമ്മളിത് വെച്ച് കൊടുക്കാനായിട്ട്, നമ്മുടെ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെ. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് നേരത്തേക്ക് നല്ല ഹൈ ഫ്ലെയിമിലൊന്ന് വെച്ച് കൊടുക്കാം. ഈ ഒരു രീതി ചെയ്യുമ്പോഴാണ് നമ്മുടെ പിസ്സ ബേസിൻ്റെ അടിവശം നല്ല ഗോൾഡൻ കളറായിട്ട് കിട്ടുന്നത്. ഇപ്പോൾ 5 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് പുറത്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പിസ്സ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം പിസ്സ സോസിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ആവശ്യമുള്ള രീതിയിൽ നിങ്ങൾക്കിത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് ആണല്ലോ നമ്മുടെ പിസ്സയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ പിസ്സ സോസിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മുടെ മാസ്റ്റർ പീസായ ചീസാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. നല്ല രീതിയിൽ ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലെയർ നമ്മൾ പിസ്സ സോസ് തേച്ചു. അതിനുശേഷം നമ്മളിതിലേക്ക് ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. മോസറല്ല ചീസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ ചീസ് ഒരുപാട് ഇഷ്ടമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ചീസ് കൂട്ടാം കുറയ്ക്കാം. ശരിക്കും ചീസ് ഉള്ളതാണ് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുക. അപ്പോൾ ചീസൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. ചിക്കൻ ഓരോ പീസസ് ആയിട്ട് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിൾ മാത്രം യൂസ് ചെയ്തും ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യുക. ഇതുപോലെ നമ്മൾ എല്ലാ പീസസും വെച്ച് കൊടുക്കുന്നുണ്ട്. ചിക്കനൊക്കെ വെച്ച് കൊടുത്ത ശേഷം ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് വെച്ച് കൊടുക്കാം. ഞാനിപ്പം ക്യാപ്സിക്കമാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്കിപ്പം 3 കളറിലെ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പം നല്ല കളർഫുള്ളായിട്ട് കിട്ടും. അപ്പോൾ ക്യാപ്സിക്കം ഒക്കെ വെച്ച് കൊടുത്ത ശേഷം ഞാൻ കുറച്ച് ഉള്ളിയുടെ പീസസും കൂടെ വെച്ച് കൊടുക്കുകയാണ്. സവോളയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ വെച്ച് കൊടുക്കാം. ഒലീവ്സ് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ആവശ്യം അനുസരിച്ചും നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങളനുസരിച്ചും നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. അതൊക്കെ വെച്ച് കൊടുത്ത ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് വീണ്ടും ഒരു ലെയർ ചീസും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഞാൻ ചീസ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ പിസ്സ ഇപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട്. റെഡ് കളർ ക്യാപ്സിക്കം കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരുന്നേനെ. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ ചീസ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചീസൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒറിഗാനോ ആണ് നമ്മളിനി ചേർത്ത് കൊടുക്കുന്നത്. എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഒക്കെ കിട്ടുന്നതാണ്. വളരെ കുറച്ച് മാത്രം മതിയാകും. ഒരു 1/4 ടീസ്പൂൺ മാത്രം മതി. ഇതുപോലെ നമുക്കിതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ശരിക്കും നല്ലൊരു ഫ്ലേവർ തരുന്നത്. അപ്പോൾ ഇതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും. അപ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ വളരെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫൈനലായിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒലിവ് ഓയിലും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. നേരത്തെ തന്നെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രമാണ്, നമ്മൾ ഡയറക്റ്റായിട്ട് വെച്ച് കൊടുക്കുന്നില്ല.
ഇതുപോലെ നമുക്കിതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കൈയൊന്നും പൊള്ളരുത്. അപ്പോൾ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്ത ശേഷം ഒരു 3 മിനിറ്റ് നേരം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടാണ് ഇത് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സൈഡ്സ് ഒന്നും എങ്ങും ടച്ച് ചെയ്യാതാണ് ഞാൻ വെച്ചേക്കുന്നത്. ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 3 മിനിറ്റ് നേരം നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ബേക്ക് ചെയ്യാൻ പോവാണ്. പുറത്തൊരു വെയിറ്റ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് വീണ്ടും മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ടൊരു 15 മിനിറ്റ് നേരം മാത്രം മതിയാകും. ഇത് നല്ല അടിപൊളി പിസ്സയായിട്ട് നമുക്ക് കിട്ടും. ഇത് നന്നായിട്ട് കുക്കായി വരുമ്പോഴത്തേക്ക് നല്ലൊരു സ്മെല്ലൊക്കെ വരും. ആ ഒരു നേരത്തേക്ക് നമുക്കിതൊന്ന് തുറന്നു നോക്കാം. 15 മിനിറ്റ് നേരം മാത്രം മതി. അപ്പോഴത്തേക്ക് നമ്മുടെ പിസ്സ ഇതുപോലെ നന്നായിട്ട് കുക്കായി കിട്ടും. ഇനി നമുക്കിത് പുറത്തെടുക്കാം. നമ്മുടെ പിസ്സയൊക്കെ പുറത്തെടുത്ത ശേഷം നല്ല ചൂടോടുകൂടി തന്നെ നമുക്കിതൊന്ന് മുറിക്കാം. പിസ്സ കട്ടർ യൂസ് ചെയ്ത് മുറിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പീസ് ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പിസ്സയാണ്. നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ മറക്കാതെ അറിയിക്കുക. ഇന്നത്തെ നമ്മുടെ പിസ്സ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.